ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് പുതിയ സെക്ഷൻ, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതും ഇൻ്റഗ്രേഷനുമായുള്ള റിലേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ സെക്ഷനിൽ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, മറ്റേത് ഇൻഡെഫിനിറ്റ് ആയിരുന്നു, അതായത് നമ്മൾ ഇൻ്റർവെല്ലിന് എ ബി എന്ന സ്പെസിഫിക് ഇൻ്റർവെൽ തന്നിട്ട് അതിനകത്ത് മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരുന്നില്ല അല്ലേ. ഇപ്പം നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തന്നിട്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹിയർ വി ഹാവ് ദ ഡെഫിനിഷൻ. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ an interval closed interval ab. Suppose that closed interval ab is divided into n subintervals of equal length. നമ്മൾ അങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്നതിനെ റെക്റ്റാങ്കുലർ പാർട്ടീഷൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡെൽറ്റ എക്സ് ഈക്വൽ ടു b minus a whole divided by n by means of n plus 1 equally spaced points a equal to x naught less than x1 less than x2 etc less than xn equal to b. Let c1 c2 etc cn be arbitrary points in the respective subintervals. അപ്പോൾ ഫസ്റ്റ് സബിൻറ്റർവൽ ഏതായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റർവൽ x0 x1. രണ്ടാമത് സബിൻറ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ x1 x2 എക്സെട്ര. ദ ലാസ്റ്റ് സബിൻറ്റർവൽ വിൽ ബി ക്ലോസ്ഡ് ഇൻ്റർവൽ xn minus 1 xn, ദാറ്റ് ഈസ് xn minus 1 b. അങ്ങനെ നമ്മൾ n+1 പോയിൻറ്റ്സ് ഉപയോഗിച്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയെ n നമ്പർ ഓഫ് സബിൻറ്റർവൽസ് അല്ലെങ്കിൽ n നമ്പർ ഓഫ് പാർട്ടീഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും ആർബിട്രറി ആയിട്ട് നമ്മൾ c1 c2 എക്സെട്ര cnനെ ചൂസ് ചെയ്യുന്നു. വിത്ത് ck lying in the kth subinterval xk minus 1 xk, which means c1 lies in the interval x0 x1. c2 എവിടെ ഉണ്ടായിരിക്കുക? x2 x1 x2. c3 ഉണ്ടായിരിക്കുക x2 x3. അങ്ങനെയുള്ള ഇൻ്റർവെല്ലുകളിൽ. Then the definite integral of f on closed interval ab is denoted by, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, is denoted by integral a to b f of x dx. That is, we define അല്ലെങ്കിൽ we denote the definite integral of f on closed interval ab as integral a to b f of x dx and is defined as അല്ലെങ്കിൽ can be found as integral a to b f of x dx equal to limit n tends to infinity summation k equal to 1 to n f of ck into delta xk. നമ്മൾ പ്രീവിയസ് സെക്ഷനിലും ഇതുപോലെ റൈമാൻ സം കണ്ടുപിടിച്ചിരുന്നു. നമ്മളിതിനെ പറയാം റൈമാൻ സം എന്നാണ്. റൈമാൻ സം കണ്ടുപിടിച്ചിരുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ കെ, അതായത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് മച്ച് ഫൈനർ ആവാൻ വേണ്ടിയിട്ട്, ഏരിയ അണ്ടർ ദ ഗ്രാഫ് കുറച്ചും കൂടെ ഫൈനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചു. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫും ഇൻ്റഗ്രലും തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അവർ ഡെഫിനിഷൻ. നമുക്കതിന് മുന്നേ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐ തിങ്ക് അതൊന്നും നമുക്ക് നെസസറി അല്ല. നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് അറിയണം, അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരണം. ഐഡിയാസ് ഇത്രയൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. We also say that f is integrable on ab. അപ്പോൾ എഫിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതിനപ്പുറം we say that f is integrable on closed interval ab if the limit 2 exists. ഈ ലിമിറ്റ് n tends to infinity summation k equal to 1 to n f of ck into delta xk എന്ന് പറഞ്ഞ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we say that f is integrable on closed interval ab. The process of evaluating a definite integral is called integration. The number a in the definition is called the lower limit of the integration. അതായത് ആ ഇൻ്റഗ്രൽ സൈൻ്റെ താഴത്ത്, ഇപ്പോൾ നോക്ക് ഇവിടെയാണെങ്കിൽ ഈ താഴെ കാണുന്ന എയെ നമ്മൾ ലോവർ ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രേഷൻ എന്നും ബിയെ നമ്മൾ അപ്പർ ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കും. Together the numbers a and b are referred to as limit of integration. Yes, അപ്പോൾ limit of integrations
As in the case of indefinite integral, the function f to be the integrated is called the integrand. അപ്പോൾ നമ്മുടെ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയും. പ്രോസസ്സിനെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നു. ലോവർ ലിമിറ്റ്, അതായത് എയെ ഇൻ്റഗ്രലിൻ്റെ താഴത്ത് എഴുതുന്നതിനെ ഇൻ്റഗ്രലിൻ്റെ ലോവർ ലിമിറ്റ് എന്നും മുകളിൽ എഴുതുന്നതിനെ അപ്പർ ലിമിറ്റ് എന്നും എയും ബിയും ഒരുമിച്ച് നമ്മൾ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. പിന്നെന്താണ്, ആ ഫംഗ്ഷൻ എഫിനെ ഇൻ്റഗ്രാൻഡ് എന്നും വിളിക്കും. ദ summation k equal to 1 to n f of ck into delta xk in the definition is called the Riemann sum. അപ്പോൾ നമ്മളൊരു ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ്റെ ഹോണറായിട്ടാണ് നമ്മളത് ഒരു പേര് കൊടുക്കുന്നത്. റെയ്മാൻ ഈസ് ദി മോസ്റ്റ് റിനൗൺഡ് സയൻറ്റിസ്റ്റ്. നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഭയങ്കര ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് റെയ്മാൻ ആക്ച്വലി. അപ്പോൾ റെയ്മാൻ സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോമിലുള്ള, അപ്പോൾ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ട് വേണം പറയാൻ. ഈ ഡെഫിനിഷനകത്ത് കാണുന്ന ഈ സമ്മിനെയാണ് നമ്മൾ റെയ്മാൻ സം എന്ന് വിളിക്കുക. അപ്പോൾ ഡെഫിനിഷൻ കംപ്ലീറ്റ് പറയണം. ഓക്കെ, ആക്ച്വലി ദിസ് സം ഈസ് സ്പെഷ്യൽ കേസ് ഓഫ് മോർ ജനറൽ ഫോംസ് ഓഫ് റെയ്മാൻ സം in which no assumption is made requiring that f is continuous on closed interval ab or that the interval be partitioned in such a way that the resulting subintervals have equal length. Yes, for completeness we will discuss this in the general case at the end of this section. Okay, which means ആക്ച്വൽ റെയ്മാൻ സം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള n പോയിൻറ്റ്സ് വെച്ചിട്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് തൽക്കാലം റെയ്മാൻ സം എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ എഴുതിയിട്ട് ആ ഒരു സെൻറ്റൻസും കൂടെ ആഡ് ചെയ്യണം. ഈ സമ്മ് ഇത്രയും ഡെഫിനിഷനിൽ പറഞ്ഞ ആ സമ്മിനെയാണ് നമ്മൾ റെയ്മാൻ സം എന്ന് വിളിക്കുന്നത്. നമുക്ക് അത്രയും മതി. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, വി ഹാവ് ടു നോട്ട്സ്. ഫസ്റ്റ് വൺ, assumption that f is continuous on closed interval ab guarantees that the definite integral is always exist. In other words, the limit in the equation 2 exists and it's unique for all choices of the evaluation points ck. Furthermore, if f is non-negative, then the definite integral gives the area of the region under the graph of f on closed interval ab. Since the limit in equation 2 reduces to the limit in equation 1. അതായത് അതൊന്നും നമുക്ക് ആവശ്യമില്ല. ആക്ച്വലി നമ്മുടെ ഇവിടെ രണ്ട് അസംഷൻസിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് അസംഷൻ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓൾവേസ് എക്സിസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ നോട്ട് 2. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇത്രയും അത് നോട്ട് ചെയ്ത് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഈ എല്ലാ കാര്യമൊന്നും നമുക്ക് തൽക്കാലം ആവശ്യമില്ല. വി ജസ്റ്റ് നീഡ് ദിസ് മച്ച്. ഓൾവേസ് എക്സിസ്റ്റ്. ആൻഡ് ഇൻ അതർ വേർഡ്സ് the limit equation 2 exists unique for all choices of the evaluation point ck. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നോക്കുക, the symbol in second one, the symbol integral in the definition of the definite integral is same as that is used to denote the indefinite integral of the function. Yes, ഇതൊക്കെ നമുക്ക് ശരിക്കും അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ഇരിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളത് മറ്റേ സെക്ഷനിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സ്കിപ്പ് ചെയ്തിരുന്നു. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. കമ്പ്യൂട്ട് ദ റെയ്മാൻ സം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 - x² ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 3 യൂസിങ് 5 സബ് ഇൻ്റർവൽസ്. 5 സബ് ഇൻ്റർവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവണം? n = 5 ആണ്. ആൻഡ് ചൂസിങ് ദി ഇക്വേഷൻ പോയിൻറ്റ്സ് ടു ബി n = 5 എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് n = 5 എന്ന് പറയുന്നുണ്ടെങ്കിലും വി ആർ സ്റ്റാർട്ടിങ് ഫ്രം n = 0, 1, 2, 3, 4 and 5. There are n+1 പോയിൻറ്റ്സ്. നമ്മൾ ആ ഇൻ്റർവെല്ലിനെ മുറിക്കാൻ നമുക്ക് n+1 പോയിൻറ്റ്സ് ഉണ്ട് n = 5 എന്ന് പറയുമ്പോൾ. ആൻഡ് ചൂസിങ് ദി ഇവാലുവേഷൻ പോയിൻറ്റ്സ് ടു ബി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി ഇൻ്റർവെൽസ്. അപ്പോൾ ഓരോ സി കെയും എന്താണ്? നമ്മളെടുക്കുന്ന ഓരോ സി കെയും ആക്ച്വലി xk -
xk മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ദാറ്റ് ഈസ് ck ഈക്വൽ ടു xk മൈനസ് xk മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ഇൻ്റർവെൽ ഏതായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 3 ആണല്ലേ. അപ്പോൾ ലോവർ ലിമിറ്റ് എന്തായിരിക്കും? a ഈക്വൽ ടു -1, അപ്പർ ലിമിറ്റ് b ഈക്വൽ ടു 3 ആൻഡ് n ഈക്വൽ ടു 5. നമ്മളോടൊരു റെയ്മാൻ സം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ഈസ് റെയ്മാൻ സം? റെയ്മാൻ സം ഈസ് സമ്മേഷൻ. നമ്മുടെ ഡെഫിനിഷൻ അറിയാം, നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 0 ടു ഇവിടെ എത്രയാണ്? 5 ആണ്. 0 ടു 5 f ഓഫ് ck ഇൻറ്റു ഡെൽറ്റ xk. ദിസ് ഈസ് ദി റെയ്മാൻ സം. ഇതാണ് നമ്മുടെ റെയ്മാൻ സം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയായിരുന്നു? ഡെൽറ്റ എക്സ് കെ വേണം. ഡെൽറ്റ എക്സ് കെയുടെ ഡെഫിനിഷൻ ഓർത്തിരിക്കണം, b മൈനസ് എ ഡിവൈഡഡ് ബൈ n. അപ്പോൾ 3 മൈനസ് -1 ആ സൈനൊക്കെ ഇടുമ്പോൾ മറക്കരുത്. 3 മൈനസ് -1/5 എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾ 3 മൈനസ് 1/5 എന്ന് എഴുതി എന്ത് സംഭവിക്കും? 2/5 ആവും ലെങ്ത്ത്. അപ്പോൾ നമുക്ക് 5 എണ്ണം കിട്ടേണ്ടതിന് പകരം അതിൽ കൂടുതൽ സബ് ഇൻ്റർവെൽസ് കിട്ടും. അപ്പോൾ ആ സൈനൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കാം. അപ്പോൾ ഡെൽറ്റ എക്സ് കെ കിട്ടി. ഡെൽറ്റ എക്സ് കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി പാർട്ടീഷനിങ് പോയിൻറ്റ്സ് വേണം അല്ലേ. ഈ പാർട്ടീഷൻ പോയിൻറ്റ്സ് നമ്മൾ ശരിക്കും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ എക്സ് നോട്ട് എത്രയായിരിക്കും? വി നോ ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് നോട്ട്? എക്സ് നോട്ട് വിൽ ബി -1. ഇനി x1 ആക്ച്വലി എന്താണ്? x1 ഈക്വൽ ടു -1 പ്ലസ് 4/5. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ -5 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് -1/5. അപ്പുറത്ത് നോക്കാം, നമ്മുടെ x1 എന്താണ്? അതാ -1/5. സിമിലർലി x2 നോക്കൂ, നമ്മൾ ചെയ്യേണ്ടത് -1 പ്ലസ് either 2 × 4/5 എന്ന് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് x2 എന്ന് പറയുമ്പോൾ എന്താണ് വരിക? നമുക്ക് x1ൻ്റെ കൂടെ ആഡ് ചെയ്യാം. x1 പ്ലസ് 4/5 ചെയ്താൽ എന്താ വരിക? -1/5 പ്ലസ് 4/5. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ എന്താ പറയുക, അവർ ന്യൂമറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 3/5. കണ്ടോ? രണ്ട് വഴിക്കും ചെയ്യാം. അതായത് ഒന്നുകിൽ x1 ആക്ച്വലി x1 ഈക്വൽ ടു x0 പ്ലസ് 4/5, ദാറ്റ് ഈസ് -1 പ്ലസ് 4/5 ഈക്വൽ ടു -1/5. x2 ഈക്വൽ ടു x1 പ്ലസ് 4/5 ചെയ്യാം, അല്ലെങ്കിൽ -1 നമ്മുടെ x0 പ്ലസ് 2 × 4/5. ഇനി x3 എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് വേണമെങ്കിൽ x2 പ്ലസ് 4/5 ചെയ്യാം, അല്ലെങ്കിൽ -1 പ്ലസ് 3 × 4/5. അങ്ങനെ നമ്മൾ x5ലേക്ക് എത്തുമ്പോഴത്തേനും 3 എന്നായി മാറും. ഇനി നോക്കുക ഓരോന്നിൻ്റെയും മിഡ് പോയിൻ്റ് എന്താണ്? രണ്ടിൻ്റെയും പകുതി. അപ്പോൾ ck ഈക്വൽ ടു 1/2 ടൈംസ് xk പ്ലസ് xk മൈനസ് 1. നമ്മളവിടെ നേരത്തെ പ്ലസ് തന്നെയല്ലേ എഴുതിയിരുന്നത്? സോറി, മൈനസ് ആണല്ലേ, ഇത് പ്ലസ് ആണ്. രണ്ടിൻ്റെയും കൂടെ മിഡ് പോയിൻറ്റ് ck ഈക്വൽ ടു ½ × xk പ്ലസ് xk മൈനസ് 1, അല്ലെങ്കിൽ xk മൈനസ് 1 പ്ലസ് xk ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മളിവിടെ ഓരോന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ ഓരോന്നിൻ്റെയും ഈ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്നത് ആരായിരിക്കും? x1 പ്ലസ് x0 പ്ലസ് x1 ഡിവൈഡഡ് ബൈ 2, x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2, x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 2. ഓരോന്നും തമ്മിൽ ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തതൊക്കെ കണ്ടുപിടിച്ചാൽ മതിയാവുന്നു. കൈ കൊണ്ട് ചെയ്തത് ബുദ്ധിമുട്ടാണ്, ടൈം കളയാൻ നിൽക്കണ്ട. വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം അല്ലേ. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് CKs എല്ലാം
കിട്ടിക്കാണും. നിങ്ങൾ പുസ്തകത്തിൽ ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പുകൾ എല്ലാം എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. ഇനി നോക്കൂ, ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? റെയ്മാൻ സമ്മ് വേണം അല്ലേ? റെയ്മാൻ സമ്മിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ റെയ്മാൻ സമ്മ് കൊടുത്തു നോക്കൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ആവശ്യമുള്ള റെയ്മാൻ സമ്മിൻ്റെ രൂപം എന്തായിരുന്നു? നമ്മളിവിടെ പറഞ്ഞെന്താ? സമ്മേഷൻ n ഈക്വൽ ടു 0 to 5 f of ck ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. അപ്പോൾ സമ്മേഷൻ ഇവിടെ k ആണ് എടുക്കുന്നത്, നമ്മൾ n അല്ല. k ഈക്വൽ ടു 1 to 5 f of ck ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. അപ്പോൾ നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ kക്ക് ആദ്യം 1 കൊടുക്കുക. അപ്പോൾ f of c1 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് kക്ക് 2 കൊടുക്കുമ്പോൾ f of c2 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് f of c3 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് f of c4 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് f of c5 ഇൻറ്റു ഡെൽറ്റ 5. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഡെൽറ്റ എക്സുകൾ എല്ലാത്തിലും കോമൺ ആണ്. അതിൻ്റെ വാല്യൂ ആണെങ്കിൽ മാറുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഡെൽറ്റ എക്സിനെ ആക്ച്വലി പുറത്തെടുക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. f of c1 പ്ലസ് f of c2 പ്ലസ് f of c3 പ്ലസ് f of c4 പ്ലസ് f of c5 ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. അതായത് ഇവരുടെ ഇൻ ബിറ്റ്വീനിൽ നമുക്ക് വേണമെങ്കിൽ, അതായത് ആ ഉള്ളിലുള്ള ഡെൽറ്റകളെ എല്ലാം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഡെൽറ്റ എക്സ് കെ എന്നുള്ളൊരു ടേം, ഒരു എക്സ്ട്രാ ഒരു ടേം. ഇപ്പോൾ ഇതിനകത്ത് വാല്യൂ കൊടുത്തിട്ടാണ് അവർ ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്. നമുക്ക് വാല്യൂ കൊടുക്കാതെ ആദ്യം എഫ് ഓഫ് c1 പ്ലസ് എഫ് ഓഫ് c2 പ്ലസ് എഫ് ഓഫ് c3 പ്ലസ് എഫ് ഓഫ് c4 പ്ലസ് എഫ് ഓഫ് c5 പ്ലസ് എഫ് ഓഫ് c5 ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി c1 എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, c2 എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഓരോ വാല്യൂസും ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യൂസ് യുവർ കാൽക്കുലേറ്റർ, അല്ലെങ്കിൽ നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കൂ, നമുക്കിത് ഇങ്ങനെ വരുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ 4/5 എന്താ? നമ്മുടെ ഡെൽറ്റ എക്സ് ആണല്ലേ. ഡെൽറ്റ എക്സ് ഇൻറ്റു വലിയ ബ്രാക്കറ്റിനകത്ത്, കാരണം ഈ ഓരോ ഫങ്ഷനും എന്താണ്? നമ്മുടെ എഫിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? വാട്ട് വാസ് അവർ എഫ് ഓഫ് എക്സ്? 4 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, 4 മൈനസ് എക്സ് സ്ക്വയർ. 4 മൈനസ് എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഡെൽറ്റ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ ഓരോ എഫ് ഓഫ് മൈനസ് 3/5 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 3/5ൻ്റെ സ്ക്വയർ പ്ലസ് എഫ് ഓഫ് 1/5 4 മൈനസ് 1/5 സ്ക്വയർ, എഫ് ഓഫ് 1 4 മൈനസ് 1 സ്ക്വയർ, എഫ് ഓഫ് 9/5 4 മൈനസ് 9/5 സ്ക്വയർ പ്ലസ് എഫ് ഓഫ് 13/5 എന്ന് പറയുമ്പോൾ 4 മൈനസ് 13/5 സ്ക്വയർ. അതായത് നമ്മൾ സി കെകൾ ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും മിഡ് പോയിൻറ്റുകളെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുന്നു ഇൻറ്റു 4/5. അപ്പോൾ ഒരു അറൗണ്ട് 6.88 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ അടുത്ത എക്സാമ്പിൾ, അപ്പോൾ എക്സാമ്പിൾ 2, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -1 to 3 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ നമ്മൾ റെയ്മാൻ സമ്മ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വാല്യൂ, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഹിയർ എ ഈക്വൽ ടു -1 ആൻഡ് ബി ഈക്വൽ ടു 3. മാത്രമല്ല 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് കണ്ടിന്യൂസ് ഓൺ -1, 3. ആക്ച്വലി ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. 4 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലും യൂസ് ചെയ്തിരുന്നത് ഇതേ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ നേരത്തെ നമ്മളൊരു 5 പോയിൻറ്റുകൾ വെച്ച് ഈ പറഞ്ഞ ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 3യെ പാർട്ടീഷൻ ചെയ്ത് ആ ഗ്രാഫിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നു. ഏരിയ അണ്ടർ ദ ഗ്രാഫൊക്കെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഇത് ക്വൈറ്റ് ഡിഫറെൻറ്റ്. നേരത്തെ റെയ്മാൻ സമ്മാണ് കണ്ടുപിടിച്ചത്, ഇപ്പോൾ നമ്മളത് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാവുന്ന കാര്യം എന്താണ്? n നമ്പർ ഓഫ് സബ് ഇൻ്റർവെൽസ്, ഈക്വലി ലെങ്ത് ആയിട്ടുള്ള n നമ്പർ ഓഫ് സബ് ഇൻ്റർവെൽസ് ആയിട്ട് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ,
കണ്ടിന്യൂസ് ആണ്, അപ്പോൾ എഫ് ഇൻറ്റഗ്രബിൾ ആണ്. അപ്പോൾ ടു ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ലെറ്റ്സ് subdivide the interval closed interval -1, 3 into n equal subintervals of length. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ ആണ്. നേരത്തെ കേസിൽ n ഈക്വൽ ടു 5 എന്നത് സ്പെസിഫൈഡ് ആയിരുന്നു. ഇപ്പോൾ n ഈക്വൽ ടു 5 എന്ന് പറയുന്നത് സ്പെസിഫൈഡ് അല്ല. അപ്പോൾ നമ്മൾ n എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ ബി എന്താണെന്ന് അറിയാം 3, എ എന്താണെന്ന് അറിയാം -1. അപ്പോൾ 3 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 1 ഇസ് 4/n. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ആ പാർട്ടീഷൻ ചെയ്യുന്ന പോയിൻറ്റ്സ് എങ്ങനെ എടുക്കുന്നത്? x0 ഈക്വൽ ടു -1, x1 ഈക്വൽ ടു -1 പ്ലസ് 4/n, x2 ഈക്വൽ ടു -1 പ്ലസ് 2 ടൈംസ് 4/n, എക്സെട്ര xk ഈക്വൽ ടു -1 പ്ലസ് k ടൈംസ് 4/n ആൻഡ് xn, finally xn equal to 3. ഇനി നമ്മൾ സി കെ റൈറ്റ് എൻ പോയിൻ്റ് ആയിട്ടാണ് പിക്ക് ചെയ്യുന്നത്. ഇത് സി കെ എന്ന് പറയുന്നത് എക്സ് കെ. അപ്പോൾ xk-1, xkയുടെ റൈറ്റ് എൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ് കേട്ടോ. ഓക്കെ, ദിസ് ഈസ് ദി റൈറ്റ് എൻ പോയിൻ്റ്, ദിസ് ഈസ് ദി റൈറ്റ് എൻ പോയിൻ്റ് എക്സ് കെ. അപ്പോൾ എക്സ് കെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? നേരത്തെ നമ്മൾ എക്സ് കെ ഡിഫൈൻ ചെയ്തിരുന്നത് എക്സ് കെ ഈക്വൽ ടു -1 പ്ലസ് k ഇൻറ്റു 4/n എന്നായിരുന്നു. അപ്പോൾ അതേ ഡെഫിനിഷൻ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നു, -1 പ്ലസ് 4k/n. അപ്പോൾ ഇൻറ്റഗ്രൽ ബൈ നമ്മുടെ നേരത്തെ ഡെഫിനിഷൻ പ്രകാരം ഇൻറ്റഗ്രൽ -1 to 3 4 - x² dx എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ -1 to 3 f of x dx. അതെന്തായിരുന്നു? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ ടു 1 to n f of ck ഇൻറ്റു ഡെൽറ്റ x, which is equal to limit n tends to infinity summation over k equal to 1 to n f of ck എന്ന് പറഞ്ഞാൽ ck എന്ന് വെച്ചാൽ എന്താണ്? -1 പ്ലസ് 4k/n. അപ്പോൾ f of -1 പ്ലസ് 4k/n ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 4/n ആണ്. അപ്പോൾ നോക്കുക, ഇതിനകത്ത് നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4 - x². അപ്പോൾ എഫ് ഓഫ് -1 പ്ലസ് 4k/n എന്ന് പറഞ്ഞാൽ 4 - 1 പ്ലസ് 4k ഡിവൈഡഡ് ബൈ n ഹോൾ സ്ക്വയർ ഇൻറ്റു 4 - n. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഈ -1 പ്ലസ് 4k/n-നെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a - b ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ലെറ്റ് us expand -1 plus 4k/n whole square equal to 1 plus 4k/n-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16k² divided by n square minus 2 into -1 into 4k/n. അപ്പോൾ 2 into -1 -2 -2 into 4 -8 അല്ലേ, -8k/n. അപ്പോൾ 16k². അപ്പോൾ ഇത്രയും കിട്ടി. ദിസ് ഈസ് -1 പ്ലസ് k ദി ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ ഒരു 4 കൊണ്ട് 4 മൈനസ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ 4 മൈനസും കൂടി ആകുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ മൈനസ് അതിനകത്തേക്ക് എടുക്കുമ്പോൾ 1 മൈനസ് ആവും. 16k²/n² എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. -8k/n എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അതാണ് നമ്മുടെ ഈ ബ്രാക്കറ്റ് കേട്ടോ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4/n. ആ കാരണം ഈ സമ്മേഷൻ k എന്ന് പറഞ്ഞ സമ്മേഷൻ ഈ ഒരാൾക്ക് ബാധകമല്ല. ഈ ഒരാൾക്ക് k എന്ന് പറഞ്ഞ സമ്മേഷൻ ബാധകമല്ല. അപ്പോൾ നമുക്കതിന് സമ്മേഷന് പുറത്തേക്ക് കൊണ്ടുവരാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4/n സമ്മേഷൻ ഓവർ k ഈക്വൽ ടു 1 to n 4 - -1 3 plus 8k/n minus 16k² by n².
ഇവിടെ നോക്കൂ, നമ്മൾ k = 1 to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സമ്മേഷനെ അകത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4/n. സമ്മേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ. സമ്മേഷൻ ഓവർ k = 1 to n 3 പ്ലസ് അടുത്ത എന്താണ്, ആ 4n കൊണ്ടുപോവാണ് കേട്ടോ ഓരോന്നിൻ്റെയും കൂടെ. 8 × 4 32 ഡിവൈഡഡ് ബൈ n² ഇൻറ്റു സമ്മേഷൻ ഓവർ k = 1 to n k. കാരണം ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എന്നിനെ നമ്മുടെ ഈ സമ്മേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ആക്ച്വലി ഇഫ് യു ആർ ഗെറ്റിംഗ് 4/n 4/n summation 8k/n ഈ സമ്മേഷൻ ആക്ടിങ് ഓൺലി ഓൺ k. 8ഉം n അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 8 × 4 32 ഡിവൈഡഡ് ബൈ n² ഇൻറ്റു സമ്മേഷൻ ഓവർ k എന്ന് നമുക്ക് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നവർ. ഓക്കെ, ഇനി മൈനസ് സമ്മേഷൻ അഗെയിൻ 4/n² സമ്മേഷൻ ഓവർ k = 1 to n 16k²/n²ലെ 16 ഡിവൈഡഡ് ബൈ n² നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. 4 × 16 is 64 ഡിവൈഡഡ് ബൈ n × n² n³ ഇൻറ്റു സമ്മേഷൻ k = 1 to n k². ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സമ്മേഷൻസിനെ സോൾവ് ചെയ്യാം. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബ്രാക്കറ്റിൽ 4/n കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ 3 കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ശരിക്കും ഈ സമ്മേഷൻ നിങ്ങൾക്ക് ഇതൊക്കെ കൺസെപ്റ്റൊക്കെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാൻ വൺസ് അഗെയിൻ പറയുകയാണ്. സമ്മേഷൻ k = 1 to n 3 എന്ന് വെച്ചാൽ 3 × 1 + 1 + +1 എത്ര പ്രാവശ്യം നമ്മൾ 1 ആഡ് ചെയ്യുന്നു, n ടൈംസ്, വിച്ച് ഈസ് ഈക്വൽ ടു 3n. ഇനി അടുത്തത് k ആണ്. സമ്മേഷൻ ഓവർ k = 1 to n k. നമുക്കറിയാം ഈ കോൺസ്റ്റൻറ്റ് കണ്ടിന്യൂസ്ലി നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ k = 1 ആകുമ്പോൾ 1 + 2 + 3 എന്നായി പോകും അല്ലേ. അതായത് സമ്മേഷൻ ഓവർ k = 1 to n k എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, 1 + 2 + 3 +n. that is n × n + 1 divided by 2. n number of terms counting numbers 1 to n continuously add ചെയ്ത് കഴിഞ്ഞാൽ n × n + 1 divided by 2. അടുത്തത് k² സമ്മാണ് 16/n³ ഇൻറ്റു n × n + 1 ഇൻറ്റു 2n + 1 divided by 6. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയായി. ഇനി ഇതിനകത്ത് കട്ട് ചെയ്ത് കളയാനുള്ള ടേംസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ ഒരു 3n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട് കട്ട് ചെയ്ത് കളയാൻ, ഇവിടെയും ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട് കട്ട് ചെയ്ത് കളയാൻ അല്ലേ. ഇനി ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ n³ അല്ല, ഇനി n² ആണ് ഉണ്ടാവുക. അതും എക്സ്പാൻഷനും പുറത്തേക്ക് എടുക്കലും ഒക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ ഈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ 16 ഡയറക്റ്റായിട്ട് വരും. ഇനി ഒരു മിച്ചമുള്ള n കൊണ്ട്, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എക്സ്ട്രാ എന്താണ്, 13/2 എന്ന് പറഞ്ഞാൽ 16, 64/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32/3. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു n² കിടപ്പുണ്ട് അല്ലേ, അതായത് ഈ ടേമിൽ കേട്ടോ. ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു n² കിടപ്പുണ്ട്. ആ n² കൊണ്ട് ഈ ടേംസ് ഇതിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു n പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക, 1 + 1/n. ഇവിടെ നിന്ന് ഒരു n പുറത്തെടുത്ത് എന്താ കിട്ടുക, 2 + 1/n. അപ്പോൾ രണ്ടിൽ നിന്നും ഓരോ n പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ പുറത്തൊരു n² വരും. അപ്പോൾ അതും കട്ട് ചെയ്ത് പോകും. ഇവിടെയും നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് നിന്ന് n പുറത്തേക്ക് എടുത്താൽ ഈ n പുറത്തേക്ക് വരുമ്പോൾ ഇത് 1 ആയി മാറും, ഇവിടെ 1/n ആയി മാറും. അതാണ് 1 + 1/n. അപ്പോൾ മിച്ചമുള്ള ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന n ഉം ഇവിടെ താഴെ കിടക്കുന്ന n ഉം തമ്മിൽ ക്യാൻസലായി പൊക്കോളും.
അതേപോലെ ഇവിടുന്നും വരുന്ന ഓരോ എന്നുകൾ വീതം മൾട്ടിപ്ലൈഡ് ആയിട്ട് n സ്ക്വയർ വരും. താഴെ കിടക്കുന്ന n സ്ക്വയറുമായി ഡിവൈഡ് ചെയ്ത് പോവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്രാക്കറ്റിനകത്ത് അവർ ക്ലിയർ ആയിട്ട് കിടക്കും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് ഇവിടെ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 12 പ്ലസ് limit n tends to infinity 16 into 1 plus 1 by n minus limit n tends to infinity 32 divided by 3 into 1 plus 1 by n into 2 plus 1 by n. ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n tends to infinity 12 is 12. ലിമിറ്റ് n tends to infinity 16 plus 1 by n എന്ന് പറയുമ്പോൾ ഈ ടേം 1 by n. ലിമിറ്റ് n tends to infinity 1 by n is 0. 16 into 1 plus 0 16. Next is 32 divided by 3 into 1 plus 0 into 2 plus 0. അപ്പോൾ 32 divided by 3 into 1 into 2. 32 divided by 3 into 2. That is 64 by 3. നമ്മളപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20 by 3 എന്ന് കിട്ടും. ഈ 20 by 3നെ നമുക്ക് 62 by 3 ആക്കിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക. 20 by 3 ചെയ്യാം. എത്ര തവണ നമുക്ക് കട്ട് ചെയ്ത് കളയാം? 6 അല്ലേ? 6 3s are 18 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മളിതിനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ 6 2 by 3 റൈറ്റ്. 3 into 6 18 plus 20 18 plus 2 20 ഡിവൈഡഡ് ബൈ 3. അങ്ങനെ നമുക്കതിനെ മാറ്റി എഴുതാം. Next question, next example. Show that integral a to b x dx equal to 1 by 2 times b square minus a square. അതാണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് ഇൻറ്റഗ്രൽ a to b x into x dx. ഇൻറ്റഗ്രൽ a to b x dx equal to 1 by 2 a square minus b square ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ n നമ്പർ ഓഫ് സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈച്ച് ഇൻ്റർവെൽ ഈസ് ഓഫ് ലെങ്ത് b മൈനസ് എ ഡിവൈഡഡ് ബൈ n. ഇവിടെ എയും ബിയും ഒന്നും എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാം വേരിയബിൾസ് ആയിട്ട് തന്നെ കിടക്കും. അങ്ങനെയാണെങ്കിൽ പാർട്ടീഷൻസ് എന്തായിരിക്കും? ഒബ്വിയസ്ലി ദ ഫസ്റ്റ് പോയിന്റ് എക്സ് നോട്ട് ഈക്വൽ ടു എ ആൻഡ് x1 ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ എക്സ്, അതായത് എ പ്ലസ് ബി മൈനസ് എ ബൈ എൻ. x2 എന്ന് പറയുന്നത് എ പ്ലസ് 2 ടൈംസ് ദ ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ എക്സെട്ര. ഫൈനലി xn ഈക്വൽ ടു ബി. ഇനി നമ്മൾ സി കെ ചൂസ് ചെയ്യുന്നത് റൈറ്റ് എൻഡ് പോയിൻ്റ് ആയിട്ട്, അതായത് എക്സ് കെകൾ തന്നെയായിട്ട്. അതായത് എക്സ് കെക്കാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ, അതാണ് നമ്മുടെ ആവശ്യം കേട്ടോ. എക്സ് കെക്ക് നമ്മൾ ഫോർമുല എഴുതിയത് കൊണ്ടാണ് നമ്മൾ എക്സ് കെകളെ തന്നെ സി കെ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സി കെ വേണമെങ്കിൽ മിഡ് പോയിൻ്റ് എടുക്കാം, റൈറ്റ് എൻഡ് പോയിൻ്റ് എടുക്കാം, അതെല്ലാം നമ്മുടെ സൗകര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ റൈറ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ്, ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താ വരിക? ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് n ടെൻസ്, ഇത് നമ്മൾ റൈമാൻ സം എഴുതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ഓവർ k ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് ഹിയർ? Here എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു? നമ്മളെന്താ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെയാണ് കേട്ടോ. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ സി കെ തന്നെ. അപ്പോൾ ഓരോ പോയിന്റിലും സി കെ എന്താണ്? എക്സ് കെകളാണ്. എക്സ് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ടേം അഡീഷണലി ചേർക്കാം എന്ന് മാത്രം, which is equal to limit n tends to infinity summation over f of xk into delta x, which is equal to limit n tends to infinity summation over xk into delta x.
കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നോട്ട്സ് നമ്മൾ എഴുതുന്നത് ക്ലിയർ അല്ലെങ്കിലും നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുള്ള കാരണം കൊണ്ട് അത് വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതുക കേട്ടോ. നമുക്ക് സ്ക്രീനിൽ എഴുതുന്ന കാരണം ഈ സ്ക്രിപ്റ്റ് അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല. അപ്പോൾ എന്താ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ ടു 1 to n. എക്സ് കെയുടെ ഡെഫിനേഷൻ എന്താണ്? a പ്ലസ് ബി മൈനസ് എ ബൈ എൻ ഇൻറ്റു കെ ഇൻറ്റു ബി മൈനസ് എ ബൈ എൻ. ഇവിടെയും നോക്കുക, എന്നിൻ്റെ ടേംസിനെ കളക്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ സമ്മേഷൻ ഓവർ k ഈക്വൽ ടു 1 to n a പ്ലസ് ബി മൈനസ് എ ബൈ എൻ ഇൻറ്റു കെ എന്നൊക്കെ കിട്ടും. ആൻഡ് അപ്പോൾ ഇവിടെ നോക്കൂ, ബി മൈനസ് എക്ക് ലിമിറ്റും ബാധകമല്ല. അപ്പം നമ്മൾ ബി മൈനസ് എനെ മൊത്തത്തിൽ അങ്ങ് പുറത്തേക്ക് എടുക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചേർക്കാം? ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്കത് എങ്ങനെ എഴുതാം? ലിമിറ്റ് n tends to infinity b minus a divided by n into summation over a plus b minus a divided by n into k. ഇനി ഇതിനകത്ത് ഈ ബി മൈനസ് എക്ക് ഇതിനകത്ത് വലിയ റോളില്ല. അതാണ് നമ്മൾ നെക്സ്റ്റ് പേജിൽ കാണുന്നത്. ബി മൈനസ് എ ഇൻറ്റു ലിമിറ്റ് n tends to infinity 1 by n summation a plus b minus a divided by n into k. ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, വീണ്ടും നമ്മൾ ആ സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ബി മൈനസ് എ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n സമ്മേഷൻ ഓവർ k ഈക്വൽ ടു 1 to n a പ്ലസ് ബി മൈനസ് എ ബൈ എൻ ഇൻറ്റു സമ്മേഷൻ ഓവർ k ഈക്വൽ ടു 1 to n k. എഗെയിൻ നമ്മൾ നേരത്തെ 3 പറഞ്ഞ പോലെ എ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബി മൈനസ് എ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n ഇൻറ്റു എൻ എ പ്ലസ് ബി മൈനസ് എ ബൈ എൻ ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മൾ 1 by n അകത്തേക്ക് കൊണ്ടുപോവുക. ക്യാൻസൽ ചെയ്ത് കളയാനുള്ള ടേംസൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഇവിടെയും ഇവിടെ നമുക്ക് ഇപ്പോഴും ഒരു എന്നും കിടപ്പുണ്ട്. ഈ ഒരു എന്നും ക്യാൻസൽ ചെയ്ത് കളയാം. എൻ സ്ക്വയറും പോവും, ഈ ഒരു എന്നും പോവും അല്ലേ. മിച്ചം എന്തുണ്ട്? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും n വീതമുണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എന്നും കൂടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ 1 പ്ലസ് 1 by n എന്നാവും. അപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ നോക്കുക, ബി മൈനസ് എ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കോൺസ്റ്റൻറ്റ് എന്ത് തന്നെയാണ്? ആ കോൺസ്റ്റൻറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ എ പ്ലസ് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഈ n പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്നിലേക്ക് ലിമിറ്റ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാൻ അറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അവിടെ ഡിവൈഡ് ചെയ്യുക. n by n plus 1 by n which is equal to limit n tends to infinity 1 plus 1 by n. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 1. അപ്പോൾ therefore b minus a plus b minus a by 2 ഇൻറ്റു 1 ആണെന്ന് ഇവിടെ വരും. ഇവിടെ നമുക്ക് അങ്ങനെ ഈ ടേം നമുക്ക് ഇവിടെ 1 കിട്ടും ഈ ലിമിറ്റ്. അപ്പോൾ എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബി മൈനസ് എ ഇൻറ്റു 2a പ്ലസ് ബി മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്താ കിട്ടുക? ബി പ്ലസ് എ ബൈ 2. ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. യെസ്. അപ്പോൾ 1 by 2 ടൈംസ് ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ, ദാറ്റ് ഈസ് 1 by 2 ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിവൈഡ് ദ ഇൻ്റർവൽ 2 to 5 ക്ലോസ്ഡ് ഇൻ്റർവൽ 2,5 into n sub-intervals of equal length and let CK be any point in
xk comma xk minus 1 comma xk. Write limit n tends to infinity summation over k equal to 1 to n square root of 1 plus ck square into delta x as an integral. ഇതിനെ ഒരു ഇൻറ്റഗ്രലായിട്ട് നമ്മളോട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമുക്ക് റീമാൻ സം എഴുതാനുള്ള ഒരു കാര്യമാണ്. റീമാൻ സം നമുക്കറിയാം. റീമാൻ സം എന്തായിരുന്നു? ലിമിറ്റ്, വാട്ട് വാസ് ദി റീമാൻ സം? റീമാൻ സം ഈസ് ലിമിറ്റ്, ഒരു സെക്കൻഡ്, റീമാൻ സമ്മിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടുമ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നെടുക്കുകയാണെങ്കിൽ വിച്ച് റെപ്രസെൻറ്റ്സ് ദി റീമാൻ ഇൻറ്റഗ്രൽ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഓഫ് ഇൻറ്റഗ്രൽ 2 to 5 എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സിനെയാണിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ടെക്സ്റ്റിൽ സോൾഡ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കമ്പയർ ദ ഗിവൺ എക്സ്പ്രഷൻ വിത്ത് ഇക്വേഷൻ 2. We will see it as the limit of Riemann sum of the function f of x equal to square root of 1 plus x square on the interval 2, 5. അപ്പോൾ നമുക്കത് കണ്ടിന്യൂസും കൂടി ആയ കാരണം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് n tends to infinity summation k equal to 1 to n square root of 1 plus ck square delta x equal to integral 2 to 5 square root of 1 plus x square dx എന്ന് എഴുതാം. Next is geometric interpretation of the definite integral. എന്താണ് ശരിക്കും ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ geometric interpretation? As was pointed out earlier, if f is continuous, non-negative function closed interval ab, then the definite integral a to b f of x dx gives the area of the region under the graph of f. അപ്പോൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി ദി ഏരിയ ഓഫ് ദ ഗ്രാഫ് ഓർ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി ഗ്രാഫ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് എഫ് ഓഫ് എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് ബൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റും റൈറ്റ് ഹാൻഡ് പോയിൻറ്റും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റുമായി വരുന്ന ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. അതിനൊരു കാര്യം വേണം, ഈ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ദെൻ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഗീവ്സ് ദി ഏരിയ ഓഫ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അപ്പോൾ അതാണ് ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുക, സപ്പോസ് നമുക്ക് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ 2 എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ബൈ ഇൻ്റർപ്രറ്റിംഗ് ഇറ്റ് ജിയോമെട്രിക്കലി. അപ്പോൾ നോക്കുക, 4 - 2x, ഈ 4 - 2x എന്ന് പറയുന്ന സാധനം നമ്മൾ ആ ഗ്രാഫ് വരച്ചു വരുമ്പോൾ നോക്കുക, x ഈക്വൽ ടു 0 കൊടുക്കുക. x ഈക്വൽ ടു 0 കൊടുത്താൽ y ഈക്വൽ ടു 4 കിട്ടും. y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ x ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് എ ട്രയാങ്കിൾ അല്ലേ, ഒരു ട്രയാങ്കിളാണ് കിട്ടുന്നത്. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന്. അതേപോലെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? രണ്ടാമത്തെ ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ 0 to 4, 0 മുതൽ 4 വരെ സ്ക്വയർ റൂട്ട് ഓഫ് 16 - x സ്ക്വയറിനെ നമ്മൾ ഇത് ചെയ്യണം. ഈ 16 - x സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്, സർക്കിളിൻ്റെ ഭാഗമാണ്. നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവും? അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ദ ഗ്രാഫ് ഓഫ് ദി ഇൻറ്റഗ്രാൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 - 2x ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഈസ് എ സ്ട്രൈറ്റ് ലൈൻ സെഗ്മെൻറ്റ്. സിൻസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വി ക്യാൻ, അപ്പോൾ അവിടെ മാത്രമാണ് അത് ഗ്രേറ്റർ ദാൻ ഓർ എഫിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിക്കാം. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 2 4 - 2x dx ഈക്വൽ ടു 1/2 ടൈംസ്
ബേസ്. ഇതിൻ്റെ ബേസ് എത്രയാണ്? 2 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 1/2 × 2 × 4 ദാറ്റ് ഈസ് 4. അപ്പോൾ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂവും ഏരിയയും സെയിം ആയി. അടുത്തത് ഇൻറ്റഗ്രാൻഡ് എന്ന് പറയുന്നത് √16 - x² ആണ്. അത് പോസിറ്റീവ് റൂട്ട് ഒബ്റ്റെയിൻഡ് ബൈ സോൾവിങ് ദ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടും. അതിനകത്ത് പോസിറ്റീവാണ്. ഇനി എക്സിൻ്റെ വാല്യൂ 0 മുതൽ 4 വരെയാണ്. അപ്പോൾ x² ഒരിക്കലും നെഗറ്റീവ് ആയി മാറില്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് ഈ x² + y² = 16 എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്ത് നിന്ന് എന്ത് ചെയ്താൽ മതി? സർക്കിളിൻ്റെ ഏരിയ എന്താണെന്ന് നമുക്കറിയാം. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? 4πr² അല്ലേ? അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ 4πr² ആണ്. സർക്കിളിൻ്റെ 1/4 ആണ്. അപ്പോൾ πr², 1/4 πr² ആണ് ശരിക്ക് വരിക. 1 സെക്കൻഡ്, നമുക്ക് അതിൻ്റെ ആൻസറും കൂടെ ആഡ് ചെയ്യാം. യെസ്, അപ്പോൾ 1/4 πr², r എന്ന് പറയുന്നത് നമുക്കിവിടെ 4 ആണ്. അതായത് x² + y² = 16 എന്ന് പറയുന്നത് 16 is 4². അപ്പോൾ റേഡിയസ് 4 ആണ്. πr², 1/4 π4², ഒരു 4 വീതം കട്ട് ചെയ്ത് കളഞ്ഞാൽ 4π. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 4 √16 - x² dx എന്ന് പറയുന്നത് നമുക്ക് എത്ര എളുപ്പത്തിൽ കിട്ടിയല്ലേ? 4π എന്ന്. സ്ക്വയർ റൂട്ട് എടുക്കണ്ട, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ട, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ സംടൈംസ് നമ്മളിതിന് അത് പക്ഷേ f ≥ 0 ആവണം എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് ഇവിടെ ആപ്ലിക്കബിൾ. നെക്സ്റ്റ്, യെസ്, ഇതിൻ്റെ ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ നോക്കുമ്പോൾ നമ്മളിതിനെ ഇത്രയും സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഇത്രയും റെക്റ്റാങ്കിൾസ് ആക്കി മാറ്റും അല്ലേ? വി ലുക്ക് അറ്റ് ദ ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ for the case in which f assumes both positive and negative values of a. അപ്പോൾ നമ്മളിതിനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ആയിട്ട് ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ നോക്കുമ്പോൾ എപ്പോഴും ≥ 0 ആണെന്ന് പറയാനൊന്നും പറ്റില്ല. സംടൈംസ് ഗ്രാഫ് ലെസ് ദാൻ ആയി പോവാം. അപ്പോൾ എന്താ ഉണ്ടാവുക? അപ്പോഴാണ് നമ്മൾ ടിപ്പിക്കൽ റീമാൻ സമ്മേഷൻ k = 1 to n f of ck × Δxk corresponding to the partition P with the points of subdivisions a = x0, x1, strictly less than ആണ്, etc. xn - 1 less than xn = b and evaluation points ck in closed interval xk - 1, xk. The sum consists of n terms in which a positive corresponds to area of rectangle height f of ck lying above the x-axis and negative term corresponds to the area of the rectangle of height minus f of ck lying below the x-axis. അതായത് നമ്മൾ ഈ റീമാൻ സം എഴുതി വരുമ്പോൾ എഫ് ഓഫ് സിക്ക് പോസിറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റെക്റ്റാങ്കിൾ എക്സ് ആക്സിസിന് മുകളിലും എഫ് ഓഫ് എക്സ് നെഗറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റെക്റ്റാങ്കിൾ താഴത്തുമായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നോക്കൂ, ചിലതിൻ്റെ ഈ ഗ്രീൻ കാണുന്നതെല്ലാം എഫ് ഓഫ് എക്സ് > 0 വരുമ്പോഴുള്ള റെക്റ്റാങ്കിൾസാണ്. ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ താഴെ കാണിച്ചിരിക്കുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് ആയിട്ട് മൈനസ് എഫ് ഓഫ് സി കെ ആണ് നമ്മളിവിടെ കൊടുക്കുക. ഇനി എന്നിൻ്റെ വാല്യൂ കൂടും തോറും ആസ് എൻ ഗെറ്റ്സ് ലാർജർ ആൻഡ് ലാർജർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്നിൻ്റെ വാല്യൂ കൂടും തോറും ദ സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദ റെക്റ്റാങ്കിൾ ലൈയിങ് എബോവ് ദി എക്സ് ആക്സിസ് സീംസ് ടു ഗീവ് a better and better approximation of the area of the region lying above the x-axis. Similarly, നമ്മൾ എന്നിൻ്റെ വാല്യൂ കൂട്ടി വന്നു കഴിഞ്ഞാൽ നോർമലി താഴെയുള്ള റെക്റ്റാങ്കിൾസും മച്ച് ഫൈനറായി മാറും. അപ്പോൾ അവർ എത്ര റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് കുറയ്ക്കുന്നോ നമ്മൾ ആ എന്നിൻ്റെ എന്നിൻ്റെ ആ ഒരു വിഡ്ത്ത് കുറയ്ക്കും തോറും നമ്മുടെ ഒറിജിനൽ ഗ്രാഫുമായിട്ട് കുറച്ചും കൂടി അപ്രോക്സിമേറ്റ് ചെയ്യുന്ന റെക്റ്റാങ്കിൾസ് ആയിരിക്കും നമുക്ക് ഓരോ ടേം കഴിയുമ്പോഴും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കൂ, നേരത്തെ നമ്മൾ 2 എണ്ണം എടുത്തപ്പോൾ പുറത്ത് പോയിരുന്ന സ്ഥലവും ഇത്രയും എണ്ണം എടുത്തപ്പോഴത്തേനും നല്ല വ്യത്യാസമായി. അപ്പോൾ ആസ് എൻ ഗെറ്റിംഗ് ഇൻഫിനിറ്റി, അപ്പോൾ അതാണ് നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ n 4 2 എന്നുള്ളതിനും n 12 ആയപ്പോഴത്തേനും ഇത്രയും ഫൈനറായി. അപ്പോൾ ആസ് വി ആർ ഗെറ്റിംഗ് n = ഇൻഫിനിറ്റി, n ഇൻഫിനിറ്റി ആക്കി മാറി ഇൻഫൈനറ്റ്ലി മെനി റെക്റ്റാങ്കിൾസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. വിച്ച് മീൻസ് ആ വിഡ്ത്ത് സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് മച്ച് സ്മോള്, ഭയങ്കര നമ്മൾ എപ്സിലോൺ എന്നൊക്കെ പറയുന്നത് കുഞ്ഞ് വാല്യൂ ആയിട്ട് മാറാം.
അപ്പോൾ ആ വാല്യൂ അത്രയും ചെറുതായി മാറുമ്പോൾ നമ്മുടെ ഈ ഗ്രാഫുമായിട്ട് ആ റെക്റ്റാങ്കുലാർ ഏരിയാസ് കൂടുതൽ അടുത്ത് വരും. അപ്പോഴാണ് നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെയെ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സുമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാനുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത്. ഇനി അടുത്തൊരു കാര്യം, പക്ഷെ നമ്മളിത് ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കൂ. ഈ ഓരോ റെക്റ്റാങ്കിളും ആഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ്, പക്ഷേ ഈ താഴെ കിടക്കുന്ന 3 ഓറഞ്ച് കളറുകാർക്ക് എഫ് ഓഫ് സി കെയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? മൈനസ് എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് വരിക. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ആ താഴെ കിടക്കുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പോകുന്നു അല്ലേ? ദാറ്റ് ഈസ് the integral a to b f of x dx equal to area of S1. S1 means this is the area of S1. Here we have this is S1, this is S2 and this is S3. അപ്പോൾ area of S1 obviously minus area of S2 plus area of S3. അങ്ങനെ 3 ഏരിയകളും ആഡ് ചെയ്യുന്നു. Where S1 and S2 are the regions lying above the x-axis and S3 എന്ന് പറയുന്നത് area below the x-axis. Therefore, integral a to b f of x dx equal to area of the region above the x-axis അല്ലെങ്കിൽ area of the region above closed interval AB and area of the region below closed interval AB. അപ്പോൾ closed interval ABക്ക് അകത്ത് മുകളിലും, അപ്പോൾ ഇവിടെ മുകളിലാണ് കിടക്കുന്നത്, അപ്പുറത്തേക്ക് എത്തുമ്പോൾ താഴ്ത്തും. ഇവിടെ മുകളിലാണ്, അപ്പോൾ മുകളിലുള്ളതിൻ്റെ ഏരിയ മൈനസ് താഴെയുള്ള ഏരിയ ഓഫ് ദ ഗ്രാഫ് അല്ല കേട്ടോ നമ്മൾ പറയുന്നത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ കേസ്. ഇപ്പോൾ ഇതന്നെ നമ്മൾ നേരെ തിരിച്ച് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ മോഡുലസ് എടുത്ത് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഏരിയ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ മുകളിലുള്ള ഏരിയ മൈനസ് താഴെയുള്ള ഏരിയ, അതാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ജിയോമെട്രിക് കൺസെപ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതിനകത്ത് തിയറിയാണ് കൂടുതൽ, പ്രോബ്ലം കുറച്ചേ ഉള്ളൂ. ഇനി നമുക്കിതിന് വീണ്ടും കുറച്ച് ഭാഗം കൂടി നമുക്ക് തിയറി തന്നെയാണ് ഡീൽ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലംസ് തുടങ്ങും. ഓക്കെ, എല്ലാവരും ഇത് കാണാൻ നോട്ട്സ് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. കുറച്ച് ലെങ്തിയാണ് ഇന്നത്തെ വീഡിയോ, ബട്ട് സ്റ്റിൽ നമുക്ക് അത്യാവശ്യമുള്ളതാണ്. എല്ലാവരും പഠിക്കുക കേട്ടോ. താങ്ക് യു.